വെൽക്കം ടു വി ലേൺ സ്റ്റഡി പ്ലാറ്റ്ഫോം. ഇന്ന് നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ഫണ്ടമെന്റൽസ് ഓഫ് മണി ആൻഡ് ബാങ്കിങ് ആണ്. അതിനു മുൻപായിട്ട് വാട്ട് ഈസ് മണി? നമുക്കറിയാം മണി ഈസ് ദ മോസ്റ്റ് കോമൺലി അക്സെപ്റ്റഡ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഇത് ഒരു യൂണിറ്റ് ഓഫ് അക്കൗണ്ട് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. നമുക്കറിയാം നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഗുഡ്സ് ആൻഡ് സർവീസസ് ഇതിൻ്റെയൊക്കെ വാല്യൂസിനെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് മണിയാണ്. ഇനി വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി, നമുക്കറിയാത്ത ചില ടേംസ് ഒന്ന് പരിചയപ്പെടാം. വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്താണ്? വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ എമൗണ്ട് ഓഫ് മണി ഒരു പർട്ടിക്കുലർ പീരീഡ് ഓഫ് ടൈമിൽ, ഫോർ എക്സാമ്പിൾ സേ ഇൻ 1 month or 1 year, എത്ര ആളുകളുടെ കയ്യിലൂടെ പാസ് ചെയ്ത് പോകുന്നു എന്നുള്ളതാണ് വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ₹10,000 ഒരു മാസത്തിനുള്ളിൽ ഇപ്പോൾ 10 പേരുടെ കയ്യിലൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ, ചുമ്മാ ഒരു എക്സാമ്പിൾ പറയാണ്, ഓക്കെ, 10 പേരുടെ കൈകളിലൂടെ പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ വെലോസിറ്റി ഓഫ് സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത് ഇതിനെയാണ് വെലോസിറ്റി സർക്കുലേഷൻ ഓഫ് മണി എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ടേമാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്ന് പറയുന്നതിന് മുൻപായിട്ട് നമുക്ക് ഇൻഫ്ലേഷൻ എന്താണ് എന്ന് അറിഞ്ഞിരിക്കാം. ഇൻഫ്ലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പണപ്പെരുപ്പം, സാധനങ്ങൾക്ക് വില കൂടുന്ന ഒരവസ്ഥയാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. അതിന് മുൻപായിട്ട് എങ്ങനെയാണ് ഈ ഇൻഫ്ലേഷൻ സംഭവിക്കുന്നതെന്ന് നോക്കാം. ഒരു എക്കോണമിയിൽ സർക്കുലേഷൻ ഓഫ് മണി കൂടുതലാണ്, ഒരു എക്സസ് എമൗണ്ട് ഓഫ് മണി എക്കോണമിയിലുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിലേറെ കാശുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് എല്ലാവരുടെയും പർച്ചേസിങ് പവർ കൂടും. അതായത് ആളുകൾക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ഒരു പർച്ചേസിങ് പവർ കൂടും. പർച്ചേസിങ് പവർ കൂടുമ്പോൾ എല്ലാവരും മാർക്കറ്റിൽ പോയിട്ട് അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ നല്ല വില കൊടുത്ത് വാങ്ങിക്കാൻ ശ്രമിക്കും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ അവിടെ സാധനങ്ങളുടെ ഡിമാൻഡ് കൂടുകയാണ്. അപ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് ആ സാധനങ്ങളുടെ സപ്ലൈ ഉണ്ടാവണം എന്നില്ല. ഓക്കെ, അപ്പോൾ ഡിമാൻഡ് കൂടുന്നതിനനുസരിച്ച് സാധനങ്ങളുടെ വില കൂടുന്നു. ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനാണ് ഇൻഫ്ലേഷൻ എന്ന് നമ്മൾ നോർമലി വിളിക്കുന്നത്. ഇങ്ങനെ എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് ഈ പണപ്പെരുപ്പം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBIയും ഗവൺമെൻറ്റും ചില മോണിറ്ററി പോളിസീസൊക്കെ ഫോർമുലേറ്റ് ചെയ്തിട്ടുണ്ട്. ചില മെത്തേഡ്സ് ഉണ്ട് ഇൻഫ്ലേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട്. അതിലൊരു മെത്തേഡാണ് RBI ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുക എന്ന് പറയുന്നത്. ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യുന്നതിലൂടെ, ബോണ്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ ജനങ്ങൾ പോയിട്ട് ബോണ്ട് വാങ്ങിക്കും. ഓക്കെ, ആൾക്കാർ ബോണ്ട് വാങ്ങിക്കുന്ന സമയത്ത് കയ്യിലുള്ള കാശ് അങ്ങോട്ടേക്ക് കൊടുത്ത് ബോണ്ട് വാങ്ങിക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ബോണ്ട് വാങ്ങിക്കുന്നതിലൂടെ എക്സസ് എമൗണ്ട് ഓഫ് മണി ഒരു പരിധിവരെ RBIക്കും ഗവൺമെൻറ്റിനും കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ സാധനങ്ങളുടെ വിലയൊക്കെ നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഓക്കെ, ഇങ്ങനെ അപ്പോൾ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത് നോർമലി ഇതുപോലെ ഇൻഫ്ലേഷൻ പോലുള്ള സിറ്റുവേഷൻസിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ലിക്വിഡിറ്റി ട്രാപ്പ് എന്താണെന്ന് നോക്കാം. ഇറ്റ് ഈസ് എ സിറ്റുവേഷൻ ഇൻ വിച്ച് prevailing interest rates are low and saving rates are high, making monetary policy ineffective. ഇതിന് കുറച്ചും കൂടി സിമ്പിളായിട്ട് നമുക്ക് പറഞ്ഞു നോക്കാം. അതായത് ഒരു എക്കോണമിയിൽ മണി സപ്ലൈ കൂടുതലാണ്. മണി സപ്ലൈ കൂടുന്ന സമയത്ത് ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യപ്പെടും. ഇങ്ങനെ ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യപ്പെടുമ്പോൾ മണി സപ്ലൈ കൂടിയ അവസ്ഥയിൽ ബോണ്ടുകളുടെ പ്രൈസും കൂടുതലായിരിക്കും. ബോണ്ടുകളുടെ പ്രൈസ് കൂടുതലാകുമ്പോൾ അതിന് കൊടുക്കപ്പെടുന്ന വാങ്ങിക്കുന്ന ആളിന്, ബോണ്ട് വാങ്ങുന്ന ആളിന് കിട്ടുന്ന ഇൻട്രസ്റ്റ് റേറ്റ്, ആ ബോണ്ട് വാങ്ങിക്കുമ്പോൾ അതിന് കിട്ടുന്ന ആ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് കുറവുമായിരിക്കും. ഇതാണ് നോർമൽ കേസിൽ സംഭവിക്കുന്നത്. പക്ഷേ ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ടിന് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഓൾറെഡി കുറവാണ്. അതോടൊപ്പം തന്നെ മാർക്കറ്റിലുള്ള ഇൻട്രസ്റ്റ് റേറ്റും കുറഞ്ഞു വരുന്ന ഒരു സിറ്റുവേഷൻ. ഇങ്ങനെ വരുന്ന സമയത്ത് ആളുകൾ കൂടുതൽ എമൗണ്ടും ബോണ്ട് വാങ്ങിക്കാനായിട്ട് ആരും വില്ലിങ് ആവത്തില്ല. പകരം എല്ലാവരും അവരുടെ കയ്യിലിരിക്കുന്ന എമൗണ്ട് ബാങ്കിൽ കൊണ്ടുപോയി സേവിങ്സിൽ ഇടാൻ ശ്രമിക്കും. ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനാണ് ലിക്വിഡിറ്റി ട്രാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ സേവിങ്സ് കൂടുന്നു. സേവിങ്സ് റേറ്റ് കൂടുക എന്ന് പറയുമ്പോൾ കൂടുതൽ ആൾക്കാർ കൊണ്ടുപോയിട്ട് സേവിങ്സിലേക്ക് ഇടുന്നു. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയും. അതായത് ബാങ്കിൽ സേവിങ്സ് റേറ്റ് കൂടുതലാണ്. അപ്പോൾ എന്ത് സംഭവിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ്, ആൾക്കാർ വന്ന് ലോൺ എടുത്ത് ഓരോ ബിസിനസ്സുകളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ള ആ ഇൻവെസ്റ്റ്മെൻറ്റ് അവിടെ കുറയും. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷനെയാണ് നമ്മൾ ലിക്വിഡിറ്റി ട്രാപ്പ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത ഒരു ടോപ്പിക്കിലേക്ക് പോകാം, സപ്ലൈ ഓഫ് മണി. നമുക്കറിയാം മണി എന്ന് പറയുമ്പം അതിനകത്ത് മെയിനായിട്ടും ഉള്ളത് കറൻസി നോട്ട്സും അതുപോലെ തന്നെ കോയിൻസുമാണ്. ഇത് രണ്ടും ഇഷ്യൂ ചെയ്യുന്നത് ഒരു രാജ്യത്തിൻ്റെ മോണിറ്ററി അതോറിറ്റിയാണ് ഇഷ്യൂ ചെയ്യുന്നത്. ഇന്ത്യയിൽ കറൻസി നോട്ട്സിനകത്ത് ₹1 നോട്ട്സ് ഒഴിച്ചുള്ള കറൻസി നോട്ട്സ് ഇഷ്യൂ ചെയ്യുന്നത് RBI ആണ്. ₹1 നോട്ടും കോയിൻസും ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻസ് മിനിസ്ട്രിയാണ്.
ഇനി കറൻസി നോട്ട്സിനെയും കോയിൻസിനെയും നമ്മൾ വിളിക്കുന്നത് ഫിയാറ്റ് മണി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അത് എന്തുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കോയിൻസിനകത്തും കറൻസി നോട്ട്സിനകത്തും ഒരു പ്രിൻറ്റഡ് വാല്യൂ ഉണ്ടായിരിക്കും. ഈ വാല്യൂ എത്രയാണോ അതിന് ഇക്വലൻ്റ് ആയിട്ടുള്ള പർച്ചേസിംഗ് പവർ മോണിറ്ററി അതോറിറ്റി നമുക്ക് ഉറപ്പു തരുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു നോട്ട് എന്ന് പറയുമ്പോൾ ഒരു പേപ്പറാണ്. ആ പേപ്പറിനകത്ത് ഇപ്പം 100 റുപ്പീസ് എന്ന് പ്രിൻറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ആ പേപ്പറിന് ആക്ച്വലി 100 റുപ്പീൻ്റെ അത്രയും വില പോലും ഉണ്ടായിരിക്കില്ല. അപ്പോൾ 100 റുപ്പി എന്ന് പറയുന്ന പേപ്പറിന് 100 റുപ്പീൻ്റെ വില പോലും ഇല്ലാത്ത പേപ്പറിനകത്ത് 100 റുപ്പീസ് പ്രിൻറ്റ് ചെയ്ത് നമുക്ക് തരുമ്പോൾ RBI നമുക്ക് അതിലൂടെ തരുന്ന അഷുറൻസ് ആണ് 100 റുപ്പീസ് ഇക്വലൻ്റ് ആയിട്ടുള്ള പർച്ചേസിംഗ് പവറാണ് നമുക്ക് അതിലൂടെ RBI അഷ്യൂർ ചെയ്ത് നമുക്ക് തരുന്നത്. അതുകൊണ്ടാണ് കറൻസി നോട്ട്സിനെയും കോയിൻസിനെയും നമ്മൾ ഫിയാറ്റ് മണി എന്ന പേരിൽ അറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഈ കറൻസി നോട്ട്സിനെയും കോയിൻസിനെയും വിളിക്കുന്ന മറ്റൊരു പേരാണ് ലീഗൽ ടെൻഡേഴ്സ്. ലീഗൽ ടെൻഡേഴ്സ് എന്നറിയപ്പെടാൻ കാരണം ഇന്ത്യയിലെ ഒരു സിറ്റിസനും ട്രാൻസാക്ഷൻ സെറ്റിൽമെൻറ്റ് ചെയ്യാനായിട്ട് ഈ കറൻസി നോട്ട്സോ കോയിൻസോ ഡെനി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മളതിനെ ലീഗൽ ടെൻഡേഴ്സ് എന്നാണ് അറിയപ്പെടുന്നത്. പക്ഷേ ചെക്ക്, DD ഇതൊക്കെ ഒരിക്കലും ലീഗൽ ടെൻഡേഴ്സ് എന്ന് വിളിക്കാൻ പറ്റില്ല. കാരണം ഒരു ട്രാൻസാക്ഷൻ സെറ്റിൽമെൻറ്റ് ചെയ്യാൻ ഒരാൾ ചെല്ലുന്ന സമയത്ത് അയാൾക്ക് വേണമെങ്കിൽ ചെക്ക് നിരസിക്കാം, DD നിരസിക്കാം, അവർക്ക് ഇൻ ടേംസ് ഓഫ് മണിയിൽ തന്നെ ക്യാഷ് വേണമെന്ന് ആവശ്യപ്പെടാം. അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് റെഫ്യൂസ് ചെയ്യാം, ചെക്കും DD ഒക്കെ റെഫ്യൂസ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ചെക്കും DD ഒന്നും നമുക്ക് ലീഗൽ ടെൻഡേഴ്സ് ആണെന്ന് പറയാൻ നമുക്ക് സാധിക്കില്ല. നെക്സ്റ്റ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടുന്ന 2 ടേംസ് ആണ് നാരോ മണി ആൻഡ് ബ്രോഡ് മണി. ഇതിൻ്റെ ലീഗൽ ഡെഫിനേഷൻസ് എന്താണെന്ന് നമുക്ക് നോക്കാം. RBI നമ്മുടെ മണി സപ്ലൈ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് 4 ഫിഗേഴ്സ് പബ്ലിഷ് ചെയ്യാറുണ്ട്. M1, M2, M3 ആൻഡ് M4. എന്താണ് M1, M2, M3, M4 എന്ന് നമുക്കൊന്ന് നോക്കാം. M1നെ ലീഗലി ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്: കറൻസി യൂണിറ്റ്സ് പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് എന്നാണ് പറയുന്നത്. അതായത് കറൻസി യൂണിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ എക്കോണമിയിലുള്ള കറൻസി നോട്ട്സും അതുപോലെ തന്നെ കോയിൻസും പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്, ഇത് ഇത്രയും കൂടെ ചേരുന്നതിനെയാണ് നമ്മൾ RBI M1 എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അടുത്തത് M2 എന്ന് പറയുന്നത് ഈ M1 എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, കറൻസി യൂണിറ്റ്സ് പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്. അതിൻ്റെ കൂടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്കിലുള്ള ഡിപ്പോസിറ്റും കൂടി കൂട്ടുന്നതായിരിക്കും M2 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം M2 എന്ന് പറയുന്നത് കറൻസി യൂണിറ്റ്സ് പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് പ്ലസ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ്, ഇത്രയും ചേരുന്നതാണ് M2 എന്ന് പറയുന്നത്. അടുത്തത് M3 ആണ്. M3 എന്ന് പറയുന്നത് M1 പ്ലസ് നെറ്റ് ടൈം ഡിപ്പോസിറ്റ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. അപ്പോൾ M1 എന്താ നമുക്ക് ഓൾറെഡി അറിയാം, കറൻസി യൂണിറ്റ്സ് പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് പ്ലസ് അതിൻ്റെ കൂടെ കൊമേഴ്ഷ്യൽ ബാങ്കിലുള്ള നെറ്റ് ടൈം ഡിപ്പോസിറ്റ്സ്, അതായത് കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഇപ്പോൾ എത്ര ഫിക്സഡ് ഡിപ്പോസിറ്റ് ഉണ്ടോ അതും കൂടി കൂട്ടുന്നതാണ് M3 എന്ന് പറയുന്നത്. അടുത്തത് M4 എന്ന് പറയുന്നത് ഇപ്പം നമുക്ക് കണ്ട ഈ M3ൻ്റെ കൂടെ പോസ്റ്റ് ഓഫീസ് സേവിങ്സിലുള്ള ടോട്ടൽ ഡിപ്പോസിറ്റും കൂടി ആഡ് ചെയ്യുന്നു, അതിനെയാണ് M4 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ലീഗൽ ഡെഫിനിഷൻസ് ഓഫ് M1, M2, M3 ആൻഡ് M4 എന്ന് പറയുന്നത്. ഇനി കറൻസി യൂണിറ്റ് CU എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കറൻസി നോട്ട്സും കോയിൻസും ഇത് രണ്ടും കൂടി വരുന്നതാണ് കറൻസി യൂണിറ്റ്സ് എന്ന് പറയുന്നത്. പിന്നെ DD എന്ന് പറയുന്നത് നെറ്റ് ഡിമാൻഡ് ഡിപ്പോസിറ്റ് ഹെൽഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. കറൻസി യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഹെൽഡ് ബൈ ദ പബ്ലിക് ആണ്, DD ഹെൽഡ് ബൈ ദ കൊമേഴ്ഷ്യൽ ബാങ്ക് ആണ്. ഓക്കെ, ഇനി M1ഉം M2 ആണ് നമ്മളിവിടെ നാരോ മണി എന്നറിയപ്പെടുന്നത്. ഓക്കെ, M3നെയും M4നെയാണ് ബ്രോഡ് മണി എന്നറിയപ്പെടുന്നത്. അപ്പോൾ നമുക്കറിയാം M3യും M4ഉം കമ്പാരിറ്റീവ്ലി കുറച്ചും കൂടി ഹ്യൂജ് എമൗണ്ട് ഉണ്ട്, അപ്പോൾ അതൊരു ബ്രോഡ് മണി എന്നാലോചിച്ചാൽ മതി. അതിനകത്ത് M1 എന്ന് പറയുന്നത് കറൻസി യൂണിറ്റ്സ് പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്. M1 ആണ് മോസ്റ്റ് ലിക്വിഡിറ്റി ഉള്ള യൂണിറ്റ് എന്ന് പറയുന്നത്. M4 എന്ന് പറയുന്നത് ലീസ്റ്റ് ലിക്വിഡ് ആണ്. ഇതിനകത്ത് എല്ലാത്തിനകത്തും ഏറ്റവും ലിക്വിഡിറ്റി കുറവ് M4നാണ്. ഇനി M3നെ നമ്മൾ അഗ്രിഗേറ്റ് മോണിറ്ററി റിസോഴ്സസ് എന്നാണ് M3നെ അറിയപ്പെടുന്നത്. M3 ഈസ് ദ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് മണി സപ്ലൈ. മണി സപ്ലൈ മെഷർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് M3 ആണ്. M3 എന്ന് പറയുമ്പം കറൻസി യൂണിറ്റ്സ് പ്ലസ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്സ് പ്ലസ് നെറ്റ് ടൈം ഡിപ്പോസിറ്റ്സ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇതാണ് നമ്മുടെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് മണി സപ്ലൈ എന്ന് പറയുന്നത്. അടുത്തൊരു ടേം എന്ന് പറയുന്നത് റിസർവ് ഡിപ്പോസിറ്റ് റേഷ്യോ ആണ്. റിസർവ് ഡിപ്പോസിറ്റ് റേഷ്യോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ബാങ്കിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുന്ന, കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെ ഒരു പാർട്ട് ബാങ്ക് സൂക്ഷിച്ചു വയ്ക്കും. എന്നിട്ട് ബാക്കി വരുന്ന എമൗണ്ട് വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റ്സിനും പ്രോജക്റ്റിനും ഒക്കെ ആയിട്ട് ലെൻഡ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്ന ഈ ഒരു റിസർവ് എന്ന് പറയുന്നത് 2 രീതിയിലാണ്.
ഒന്ന് ബാങ്കിൻ്റെ തന്നെ വോൾട്ടിൽ സൂക്ഷിച്ചു വയ്ക്കും. കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇപ്പോൾ SBIയോ ബാങ്ക് ഓഫ് ഇന്ത്യയോ ബാങ്ക് ഓഫ് ബറോഡയോ അങ്ങനെ അവരുടെ സ്വന്തം വോൾട്ടിൽ സൂക്ഷിച്ചു വയ്ക്കും. പിന്നെ ഒരു പാർട്ടെന്ന് പറയുന്നത് RBIയിൽ കൊണ്ടുപോയിട്ട് സൂക്ഷിച്ചു വയ്ക്കും. ഇങ്ങനെ കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ ടോട്ടൽ ഡിപ്പോസിറ്റിൻ്റെ ഒരു പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഇവരിങ്ങനെ റിസർവ് ആയിട്ട് സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. ഇതിനെയാണ് റിസർവ് ഡിപ്പോസിറ്റ് റേഷ്യോ എന്ന് വിളിക്കുന്നത്. നമ്മൾ നോക്കാൻ പോകുന്നത് ക്യാഷ് റിസർവ് റേഷ്യോ ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൊണ്ടുപോയി ഡിപ്പോസിറ്റ് ചെയ്യുന്ന ടോട്ടൽ എമൗണ്ടിൻ്റെ ഒരു പെർട്ടിക്കുലർ ഫ്രാക്ഷൻ ഓരോ ബാങ്കുകളും RBIയുടെ അടുത്ത് കൊണ്ടുപോയിട്ട് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇത് മാൻഡേറ്ററി ആയിട്ടും ഓരോ ബാങ്കും സൂക്ഷിക്കേണ്ടുന്ന എമൗണ്ടാണ്. ഈ എമൗണ്ടിനെയാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണ്. കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്യുന്ന ടോട്ടൽ ടൈം ആൻഡ് ഡിമാൻഡ് ഡിപ്പോസിറ്റ്, ഇതിൻ്റെ ഒരു പെർട്ടിക്കുലർ ഫ്രാക്ഷൻ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ തന്നെ വോൾട്ടിൽ സൂക്ഷിച്ച് വയ്ക്കേണ്ടതായിട്ടുണ്ട്. ഇങ്ങനെ സൂക്ഷിക്കുന്ന എമൗണ്ടിനെയാണ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ക്യാഷ് റിസർവ് റേഷ്യോ ആണെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ ആണെങ്കിലും റിസർവ് മണിയാണ്. ഓക്കെ, അപ്പോൾ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിസർവ് ചെയ്യുന്നതെന്ന് നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. ബാങ്കിന് ഏതെങ്കിലും തരത്തിലുള്ള ലിക്വിഡിറ്റി ക്രഞ്ചസ് ഉണ്ടാവുകയാണെങ്കിൽ അല്ലെങ്കിൽ അൺഫോർസീൻ ആയിട്ടുള്ള എന്തെങ്കിലും ക്രൈസിസ് സിറ്റുവേഷൻ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എഫക്റ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ റിസർവ് സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവം വച്ചിരിക്കുന്നത്. നെക്സ്റ്റ് ബോറോയിങ് റേറ്റ്. ബോറോയിങ് റേറ്റ് എന്ന് പറയുന്നത് നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിൽ കൊണ്ടുപോയിട്ട് നമ്മുടെ സേവിങ്സ് ഒക്കെ നമ്മൾ ഡിപ്പോസിറ്റ് ചെയ്യാറുണ്ട്. അങ്ങനെ ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് തരുന്ന കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സായ നമുക്ക് തരുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ബോറോയിങ് റേറ്റ് എന്ന് പറയുന്നത്. ഇതുപോലെ നെക്സ്റ്റ് ഒരു ടേം എന്ന് പറയുന്നത് ലെൻഡിങ് റേറ്റ്. ലെൻഡിങ് റേറ്റ് ആസ് യൂഷ്വൽ കൊമേഴ്ഷ്യൽ ബാങ്ക് വേരിയസ് ഇൻവെസ്റ്റ്മെൻറ്റുകൾക്കും പ്രോജക്റ്റുകൾക്കും ലോൺ കൊടുക്കുമ്പോൾ ആ ലോണിന് ഈടാക്കുന്ന പലിശേനെയാണ് നമ്മൾ ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്നത്. ഇനി വേറൊരു ടേമാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. സ്പ്രെഡ് എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കണ്ടു ബോറോയിങ് റേറ്റ് എന്താണെന്ന് കണ്ടു, ലെൻഡിങ് റേറ്റ് എന്താണെന്ന് കണ്ടു. ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഡിഫറൻസിനെയാണ് സ്പ്രെഡ് എന്ന് പറയുന്നത്. ഈ സ്പ്രെഡാണ് ആക്ച്വലി ബാങ്കുകളുടെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബാങ്കുകൾക്ക് പ്രോഫിറ്റ് ഉണ്ടാകണമെങ്കിൽ ലെൻഡിങ് റേറ്റും കൊമേഴ്ഷ്യൽ റേറ്റും എങ്ങനെയായിരിക്കണം? എപ്പോഴും ലെൻഡിങ് റേറ്റ് എന്ന് പറയുന്നത് കൂടുതലായിരിക്കും ദാൻ ബോറോയിങ് റേറ്റ്. അതായത് ബാങ്ക് ലോണ് കൊടുക്കുന്നു, കസ്റ്റമേഴ്സിന് ലോണ് കൊടുക്കുമ്പോൾ ഈടാക്കുന്ന പലിശ എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. അല്ലെങ്കിൽ അതിനേക്കാളും ലെൻഡിങ് റേറ്റിനേക്കാളും കുറഞ്ഞ ഒരു ഇൻട്രസ്റ്റിലായിരിക്കും ഡിപ്പോസിറ്റ് ഹോൾഡേഴ്സിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നത്. അത് നമ്മുടെ സേവിങ്സിന് കിട്ടുന്ന പലിശ എന്ന് പറയുന്നത് ലെൻഡിങ് റേറ്റിനേക്കാളും കുറവായിരിക്കും. അപ്പോൾ ഇവിടെ ബോറോയിങ് റേറ്റും ലെൻഡിങ് റേറ്റും തമ്മിലൊരു ഡിഫറൻസ് വരുന്നുണ്ട്. ഈ ഡിഫറൻസിനെയാണ് സ്പ്രെഡ് എന്ന് വിളിക്കുന്നത്. ഇതാണ് ഒരു ബാങ്കിൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടേമാണ് ഹൈ പവേർഡ് മണി. എന്താണ് ഹൈ പവേർഡ് മണി എന്ന് വെച്ച് കഴിഞ്ഞാൽ RBIയുടെ അല്ലെങ്കിൽ നമ്മുടെ സെൻട്രൽ ബാങ്കിൻ്റെ ടോട്ടൽ ലയാബിലിറ്റിനെയാണ് നമ്മൾ ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. ഈ ഹൈ പവേർഡ് മണി എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെ വരും? നമ്മൾ പബ്ലിക് ഹോൾഡ് ചെയ്യുന്ന കറൻസി വരും, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ വോൾട്ടിൽ സൂക്ഷിക്കുന്ന ക്യാഷ് വരും, അതുപോലെ നമ്മുടെ ഗവൺമെൻറ്റും കൊമേഴ്ഷ്യൽ ബാങ്കുകളൊക്കെ RBIൻ്റെ അടുത്ത് കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ആ ഒരു എമൗണ്ടും വരും. അപ്പോൾ ഇതൊക്കെ എന്താണ്? RBIക്ക് ഒരു ലയാബിലിറ്റിയാണ്. അങ്ങനെയുള്ള RBIയുടെ ഈ ടോട്ടൽ ലയാബിലിറ്റിനെയാണ് ഹൈ പവേർഡ് മണി എന്ന് പറയുന്നത്. നെക്സ്റ്റ് മണി ആൻഡ് ബാങ്കിങ്ങിലെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് മോണിറ്ററി പോളിസി ഓഫ് RBI. എന്താണ് മോണിറ്ററി പോളിസി? RBI അഥവാ നമ്മുടെ സെൻട്രൽ ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ്, അതുപോലെ എക്കോണമിയിലുള്ള മണി സപ്ലൈ, അവൈലബിലിറ്റി ഓഫ് ക്രെഡിറ്റ്, ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് RBI ഫോർമുലേറ്റ് ചെയ്യുന്ന ഓരോ പോളിസീസ് ഉണ്ട്. ഇത്തരം പോളിസീസിനെയാണ് മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. RBI ഫോർമുലേറ്റ് ചെയ്യുന്ന പോളിസീസ് ആണ് മോണിറ്ററി പോളിസീസ്. അതുപോലെ തന്നെ നമ്മുടെ ഗവൺമെൻറ്റും ചില പോളിസീസുകൾ ഉണ്ടാക്കാറുണ്ട് റിലേറ്റഡ് ടു നമ്മുടെ എക്കണോമി. അപ്പോൾ അതിനെ ഫിസ്ക്കൽ പോളിസി എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, അപ്പം RBI ഫോർമുലേറ്റ് ചെയ്യുന്നത് മോണിറ്ററി പോളിസിയും ഗവൺമെൻറ് ഫോർമുലേറ്റ് ചെയ്യുന്നത് ഫിസ്ക്കൽ പോളിസിയുമാണ്. ഇനി
RBI ഇത്തരം മോണിറ്ററി പോളിസികളിലൂടെയാണ് നമ്മുടെ രാജ്യത്തെ ഇൻഫ്ലേഷൻ അഥവാ പണപ്പെരുപ്പത്തിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ഇത്തരം മോണിറ്ററി പോളിസികൾ ഇൻഫ്ലേഷൻ്റെ സമയത്തും ഡീഫ്ലേഷൻ്റെ സമയത്തും ഉപയോഗിച്ച് എഫക്റ്റീവായിട്ട് നമ്മുടെ എക്കോണമിയിൽ പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരികയും സസ്റ്റൈനബിൾ ആയിട്ടുള്ള എക്കണോമിക് ഗ്രോത്ത് ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി എന്താണ് ഈ മോണിറ്ററി പോളിസി? തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയും ഉണ്ട്, കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയും ഉണ്ട്. ഇത് എപ്പോഴൊക്കെയാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി ഉപയോഗിക്കുന്നത്, എപ്പോഴൊക്കെയാണ് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി ഉപയോഗിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. നമുക്കറിയാം, ഇപ്പോഴത്തെ നമ്മുടെ പ്രസൻറ്റ് സിറ്റുവേഷൻ എന്ന് പറയുന്നത് ലോകമെമ്പാടും കോവിഡ് പോലെയൊരു മാരകമായ രോഗം വന്നു. അപ്പോൾ നമ്മുടെ രാജ്യം മാത്രമല്ല ലോകം മൊത്തവും ഉള്ള ആഗോള സാമ്പത്തികത്തിൻ്റെ ഒരു സ്ഥിതി എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവായിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. അതായത് നമ്മുടെ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത് നെഗറ്റീവാണ്. അപ്പോൾ എല്ലായിടത്തും എക്കോണമി സ്ലോ ഡൗൺ ആയിരിക്കുകയാണ്. ആർക്കും എംപ്ലോയ്മെൻ്റ് ഇല്ല, പലരുടെയും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ആർക്കും ജോലിയില്ല, ആർക്കും പ്രോപ്പറായിട്ടുള്ള ഇൻകം ഇല്ല. ഓക്കെ, അപ്പോൾ ടോട്ടലി നമ്മുടെ എക്കോണമി എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ഗ്രോത്ത് കാണിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ നമ്മുടെ ഈ ഓൺഗോയിങ് കോവിഡ് സിറ്റുവേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള നെഗറ്റീവ് എക്കണോമിക് ഗ്രോത്ത് കാണിക്കുന്ന സിറ്റുവേഷൻസിൽ ആൾക്കാരുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള കാശ് ഉണ്ടായിരിക്കില്ല. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ RBI ഇങ്ങനെയുള്ള നമ്മുടെ എക്കോണമിയിലേക്ക് ഒരു ഇൻ്റർവെൻഷൻ നടത്തും. അത് എന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എക്കോണമിയിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള മണി സപ്ലൈ കൊണ്ടുവരണം. ഇപ്പോൾ ആൾക്കാരുടെ കയ്യിൽ ക്യാഷ് ഇല്ല, സോ ആൾക്കാരുടെ കൈകളിലേക്ക് ഇനഫ് ആയിട്ടുള്ള അല്ലെങ്കിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള മണി സപ്ലൈ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇത്തരം സിറ്റുവേഷൻസിൽ RBI അഡോപ്റ്റ് ചെയ്യുന്ന മോണിറ്ററി പോളിസിയാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. എന്താണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയിൽ RBI ചെയ്യുന്നത്? യൂഷ്വലി ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, RBI ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIൻ്റെ അടുത്ത് പോയിട്ട് ലോണൊക്കെ എടുക്കും. അപ്പോൾ ലോൺ എടുക്കുന്നതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കും. അപ്പോൾ കുറച്ച് കൊടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIൻ്റെ അടുത്ത് പോയിട്ട് കൂടുതൽ എമൗണ്ട് അവർ ലെൻഡ് ചെയ്യും. അപ്പോൾ കൂടുതൽ എമൗണ്ട് കൊമേഴ്ഷ്യൽ ബാങ്ക് സിസ്റ്റത്തിലേക്ക് വന്നു. അപ്പോൾ അതിനനുസരിച്ച് കൊമേഴ്ഷ്യൽ ബാങ്കുകളും ലെൻഡിങ് റേറ്റ് കുറയ്ക്കും. അതായത് നമുക്ക് തരുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കും. അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ളവർ എന്ത് ചെയ്യും? നമ്മൾ പോയിട്ട് ഓരോ പ്രോജക്റ്റുകളിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റിനുമൊക്കെ കൊമേഴ്ഷ്യൽ ബാങ്കിൽ പോയിട്ട് ലോൺ എടുക്കും. കാരണം ഇപ്പം ഇൻട്രസ്റ്റ് റേറ്റ് കുറവാണ്, അപ്പോൾ നമുക്ക് കൂടുതൽ എമൗണ്ട് ലോൺ എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ പോയിട്ട് ലോൺ എടുക്കുന്നു. അപ്പോൾ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരുന്നു, നമ്മൾ ആ ക്യാഷിനെ ഇൻവെസ്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ വേരിയസ് പ്രോജക്റ്റുകളിലേക്കും ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്കും നമ്മൾ ഈ മണീനെ ഇൻവെസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകുന്നു. ഫർദറായിട്ട് എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ ഉണ്ടാകുന്നു. അതിലൂടെ കുറേ ആളുകൾക്ക് ജോബിനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നു, ഇൻകം കിട്ടിത്തുടങ്ങുന്നു. അങ്ങനെ നമ്മുടെ എക്കോണമി പെയ്യെ റിവൈവ് ചെയ്ത് ഒരു സ്റ്റേബിൾ സിറ്റുവേഷനിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ടാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി RBI അഡോപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നോക്കേണ്ടത്. എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി എപ്പോഴാണ് അഡോപ്റ്റ് ചെയ്യുന്നത്? നമ്മുടെ എക്കോണമി നെഗറ്റീവ് ഗ്രോത്ത് കാണിക്കുമ്പോൾ അല്ലെങ്കിൽ സ്ലോ ഡൗൺ ആവുന്ന സിറ്റുവേഷനിലാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി RBI അഡോപ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ച് കൊടുക്കും. ഇൻട്രസ്റ്റ് റേറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കുറച്ച് കൊടുക്കുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ ലെൻഡിങ് റേറ്റും കുറയും. അങ്ങനെ ഇനഫ് അല്ലെങ്കിൽ ആവശ്യത്തിനുള്ള മണി സപ്ലൈ നമ്മുടെ എക്കോണമിയിലേക്ക് ഇൻജെക്റ്റ് ചെയ്യപ്പെടും. ഓക്കെ, ഇതാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയിൽ സംഭവിക്കുന്നത്. ഇതിന് നേരെ വിപരീതമായിട്ടാണ് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയിൽ നടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായി, എക്സ്പാൻഷണറി മോണിറ്ററി പോളിസി അഡോപ്റ്റ് ചെയ്യുന്നത് നമ്മുടെ രാജ്യം നെഗറ്റീവ് ഗ്രോത്ത് കാണിക്കുന്ന സമയത്താണെന്ന് പറഞ്ഞു. അപ്പോൾ എപ്പോഴായിരിക്കും കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി അഡോപ്റ്റ് ചെയ്യുന്നത്? തീർച്ചയായിട്ടും നമ്മുടെ എക്കോണമിയിൽ ആവശ്യത്തിലേറെ മണി സപ്ലൈ ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, അതെന്ന് പറയുന്നത് ഇൻഫ്ലേഷനാണ് അഥവാ പണപ്പെരുപ്പമാണ്. സാധനങ്ങളുടെ വില കൂടുന്നു, അപ്പോൾ പ്രൈസ് സ്റ്റെബിലിറ്റി ഇല്ല, എക്കണോമിക് ഗ്രോത്ത് ഒക്കെ ഏത് വഴിയിലാണെന്ന് പറയാൻ പറ്റില്ല. സോ ഇതെന്ന് പറയുന്നത് ഒരുപാട് ഇൻഫ്ലേഷൻ ആയിക്കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിക്ക് അത് ദോഷകരമാണ്. അതുപോലെ ഗ്രോത്ത് ഒരുപാട് കുറഞ്ഞു പോയി കഴിഞ്ഞാൽ നമ്മുടെ എക്കോണമിയെ അത് സാരമായിട്ട് ബാധിക്കും. ഓക്കെ, അപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരുടെയും കയ്യിൽ ആവശ്യത്തിലേറെ കാശുണ്ട്. അപ്പോൾ എക്സസ് എമൗണ്ട് ക്യാഷ് വരുമ്പോൾ നമുക്കറിയാം ആൾക്കാരുടെ പർച്ചേസിങ് പവർ കൂടും.
ആൾക്കാരെല്ലാവരും മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള സപ്ലൈ ഉണ്ടാവണമെന്നില്ല, ഡിമാൻഡ് എന്നാൽ കൂടി വരികയും ചെയ്യുന്നു. അപ്പോൾ സപ്ലൈ കുറവും ഡിമാൻഡ് കൂടുതലും, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ സാധനങ്ങളുടെ വില കൂടും. സാധനങ്ങളുടെ വില കൂടുന്ന ഈ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ ആണ്. അപ്പോൾ എന്ത് ചെയ്യണം? ഈ എക്സസ് ആയിട്ട് എക്കോണമിയിൽ സർക്കുലേറ്റ് ചെയ്യുന്ന ഈ മണി സപ്ലൈനെ അബ്സോർബ് ചെയ്യണം. അതായത് RBI ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് തിരിച്ചെടുക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് RBI അഡോപ്റ്റ് ചെയ്യുന്ന ഒരു മോണിറ്ററി പോളിസിയാണ് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസി എന്ന് പറയുന്നത്. കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയിൽ അപ്പോൾ എന്തായിരിക്കും ചെയ്യുന്നത്? RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും. അപ്പോൾ കൂട്ടിക്കഴിയുമ്പം കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIൻ്റെ അടുത്ത് പോയിട്ട് അധിക എമൗണ്ട് കടമെടുക്കില്ല. അപ്പോൾ എന്ത് സംഭവിക്കും? ഇനി കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കുറച്ച് എമൗണ്ട് മാത്രമേ ഉള്ളൂ ലെൻഡ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള കസ്റ്റമേഴ്സിന് തരാനായിട്ട് കുറച്ച് എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എല്ലാവരും ചെന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ക്യാഷ് ഇല്ല. അപ്പോൾ എന്ത് സംഭവിക്കും? കൊമേഴ്ഷ്യൽ ബാങ്ക്, ഇപ്പോൾ SBIയോ അതുപോലെ ബാങ്ക് ഓഫ് ഇന്ത്യയോ അവരൊക്കെ എന്ത് ചെയ്യും? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ലെൻഡിങ് റേറ്റ് കൂട്ടും. അപ്പോൾ അവർ ലെൻഡിങ് റേറ്റ് കൂട്ടി. അപ്പോൾ എന്ത് സംഭവിക്കും? നമ്മൾ പോയിട്ട് ലോൺ എടുക്കുന്നത് കുറയും. കാരണം നമ്മൾ ലോൺ എടുക്കാൻ ചെല്ലുമ്പം ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണ് അല്ലേ? അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുതലാണെങ്കിൽ നമ്മൾ ലോൺ ഒന്ന് നമുക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണെങ്കിൽ മാത്രമേ ലോൺ എടുക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കരുതും ഓക്കെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയട്ടെ അപ്പോൾ നമുക്ക് ലോൺ എടുക്കാം എന്നായിരിക്കും നമ്മൾ വിചാരിക്കുക. അപ്പോൾ എന്ത് സംഭവിക്കും? ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കൊണ്ട് കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയിലൂടെ എന്താണ് എക്കോണമിയിലേക്ക് എക്സസ് ആയിട്ട് മണി സപ്ലൈ വരുന്നതിനെ കുറയ്ക്കും. ഓക്കെ, ഇതാണ് എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയിലും അതുപോലെ തന്നെ കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയിലും സംഭവിക്കുന്നത്. എന്താണ് മോണിറ്ററി പോളിസിയുടെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്? ഒബ്ജക്റ്റീവ് നമ്മളിപ്പോൾ ഓൾറെഡി തന്നെ പറഞ്ഞു. എക്കോണമിയിൽ പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരിക, ദെൻ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് എൻഷുർ ചെയ്യുക. ഇതിന് വേണ്ടിയിട്ടാണ് മോണിറ്ററി പോളിസി മെയിനായിട്ടും അഡോപ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മോണിറ്ററി പോളിസിയുടെ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ്, മെയിൻ ഗോൾ എന്ന് പറയുന്നത് പ്രൈസ് സ്റ്റെബിലിറ്റി വിത്ത് സസ്റ്റൈനബിൾ ഗ്രോത്ത്. ഇതാണ് മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് RBI എക്സ്പാൻഷണറി മോണിറ്ററി പോളിസിയിലൂടെ ആണെങ്കിലും കോൺട്രാക്ഷണറി മോണിറ്ററി പോളിസിയിലൂടെ ആണെങ്കിലും ഈ ഒരു പ്രൈസ് സ്റ്റെബിലിറ്റി അച്ചീവ് ചെയ്യിപ്പിക്കുന്നത്? അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട് എങ്ങനെയാണ് പ്രൈസ് സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്നത്? അല്ലെങ്കിൽ എങ്ങനെയാണ് ഇൻഫ്ലേഷനും ഡീഫ്ലേഷനെയൊക്കെ കൺട്രോൾ ചെയ്യുന്നത്? അതിന് വേണ്ടിയിട്ട് RBIക്ക് സർട്ടൻ ടൂൾസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ടൂൾസിനെയാണ് നമ്മൾ മോണിറ്ററി പോളിസി ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ RBIയുടെ കയ്യിൽ കുറേ ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള കുറേ മോണിറ്ററി പോളിസി ടൂൾസ് ഉണ്ട്, അതുപോലെ തന്നെ ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ള കുറേ ടൂൾസും ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഫർദർ വരുന്ന ചാപ്റ്റേഴ്സിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഇപ്പോൾ ഓരോന്നും എന്താണെന്ന് ജസ്റ്റ് ബേസിക് ഐഡിയാസ് മാത്രം മനസ്സിലാക്കി പോവാം. ഓക്കെ, ഫസ്റ്റ് മോണിറ്ററി ടൂളാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ RBI ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ എക്കോണമിയിലെ മണി സപ്ലൈനെ റെഗുലേറ്റ് ചെയ്യുന്നു. ഈ ഒരു പ്രോസസ്സിനെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ RBI ഗവൺമെൻറ് സെക്യൂരിറ്റീസിനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമെന്ന് പറയുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ മെയിനായിട്ടും ട്രഷറി ബില്ലുകൾ, അതുപോലെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ്, ബോണ്ടുകൾ, ഇതൊക്കെയാണ് RBI എന്ത് ചെയ്യുന്നത്? വാങ്ങുകയും വിൽക്കുകയൊക്കെ ചെയ്യുന്നത്. നമുക്കറിയാം ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് എക്സസ് മണി സപ്ലൈ ഉണ്ട് എക്കോണമിയിൽ. അപ്പോൾ അതിനെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യും. അപ്പോൾ നമ്മൾ പോയിട്ട് ബോണ്ട് വാങ്ങിക്കും, നമ്മുടെ കയ്യിലിരിക്കുന്ന കാശ് കൊടുത്തിട്ട് ബോണ്ട് വാങ്ങിക്കും. എന്ത് ചെയ്യുന്നു? നമ്മുടെ കയ്യിലിരിക്കുന്ന ക്യാഷെല്ലാം ഒരു നല്ലൊരു എമൗണ്ട് RBIൻ്റെ അടുത്തേക്ക് അല്ലെങ്കിൽ RBIയിലെ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻഫ്ലേഷൻ അല്ല, നേരെ ഓപ്പോസിറ്റ് ആണെങ്കിൽ എന്ത് സംഭവിക്കും? എക്കോണമിയിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള മണി ഇല്ല, നെഗറ്റീവ് ഗ്രോത്ത് ആണെങ്കിൽ RBI എന്ത് ചെയ്യും? നമ്മൾ വാങ്ങിച്ച ബോണ്ട് RBI തിരിച്ചു മേടിക്കും. ബാങ്ക് വഴി തിരിച്ചു മേടിച്ചിട്ട് നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് തരും. ഓക്കെ, അപ്പോൾ നമ്മുടെ എക്കോണമിയിലേക്ക് മണി സപ്ലൈ, വീണ്ടും മണി സർക്കുലേഷൻ നടക്കും. ഇതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ ഇങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത്, ഇൻഫ്ലേഷനും ഡീഫ്ലേഷനും ഒക്കെ കൺട്രോൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ടൂളാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ബാങ്ക് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് അവരുടെ കയ്യിൽ സഫീഷ്യൻ്റ് ആയിട്ടുള്ള എമൗണ്ട് ലെൻഡിങ്ങിന് ഇല്ലാതെ വരുന്ന സമയത്ത് അവർ പോയിട്ട് RBIൻ്റെ അടുത്ത് പോയിട്ട് ലോൺ എടുക്കും.
അങ്ങനെ ലോൺ എടുക്കുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, ഇപ്പോൾ SBIയോ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റിനെയാണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ള ബാങ്ക് റേറ്റ്, ഈ ബാങ്ക് റേറ്റ് വഴി ലോൺ കൊടുക്കുന്നത് ലോങ് ടേം ആയിട്ടുള്ള ഒരു ലോൺ ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷേ ഇപ്പം ബാങ്ക് റേറ്റ് അല്ല ഇപ്പം കൂടുതലും കാണുന്നത് ബാങ്ക് റേറ്റ് അല്ല, ഇപ്പോൾ കൂടുതലും റീപ്പോ റേറ്റിലാണ് ബാങ്കുകൾ ലോൺ എടുക്കുന്നത്. ഇനി ബാങ്ക് റേറ്റിലൂടെ എങ്ങനെയാണ് നമ്മുടെ എക്കോണമിയിലെ മണി സപ്ലൈനെ റെഗുലേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്ക് പോയിട്ട് ലോൺ എടുക്കുമ്പം കൊമേഴ്ഷ്യൽ ബാങ്ക് RBIക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് പറഞ്ഞു. ഇനി ബാങ്ക് റേറ്റ് കൂടുന്നു, എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ആണെന്ന് വിചാരിക്കുക, അതായത് പണപ്പെരുപ്പമാണ്, മണി സപ്ലൈ കൂടുതലാണ് എക്കോണമിയിൽ. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞാൽ RBI ബാങ്ക് റേറ്റ് കൂട്ടും. ബാങ്ക് റേറ്റ് കൂട്ടുമ്പോൾ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ എന്ത് ചെയ്യും, അവരുടെ ബാങ്ക് റേറ്റും കൂട്ടും. കാരണം എന്താ, നമ്മൾ നേരത്തെ തന്നെ ഡിസ്കസ് ചെയ്തതാണ്, RBI ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കുറച്ച് എമൗണ്ട് മാത്രമേ അവിടെ പോയിട്ട് ലോൺ എടുക്കത്തുള്ളൂ. അങ്ങനെ ലോൺ എടുക്കാൻ കുറച്ച് എമൗണ്ട് മാത്രമേ ഇനി അവരുടെ കയ്യിൽ, കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ കയ്യിൽ ഇനി കുറച്ച് എമൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവരെന്ത് ചെയ്യും, അവർ ലെൻഡിങ് റേറ്റ് കൂട്ടും, അതായത് നമുക്ക് തരുന്ന ലോണിൻ്റെ ലെൻഡിങ് റേറ്റ് കൂട്ടും. അങ്ങനെ എന്ത് ചെയ്യും, എക്കോണമിയിലേക്ക് മണി സപ്ലൈ എക്സസ് ആയിട്ട് പോകുന്നതിന് റെഗുലേറ്റ് ചെയ്യും. ഇത് തിരിച്ചും നെഗറ്റീവ് ഗ്രോത്ത് വരുന്ന സമയത്ത് RBI ബാങ്ക് റേറ്റ് കുറയ്ക്കും. ഇത് നേരെ തിരിച്ചും സംഭവിക്കും. ബാങ്ക് റേറ്റ് കുറച്ച് കഴിഞ്ഞാൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൂടുതൽ ലോൺ എടുക്കാം RBIൻ്റെ അടുത്ത് പോയിട്ട്. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൂടുതൽ എമൗണ്ട് അവൈലബിൾ ആയി കിട്ടും നമ്മൾക്ക് ലെൻഡ് ചെയ്യാനായിട്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് കുറഞ്ഞ റേറ്റിൽ കൂടുതൽ ലോൺ എടുക്കും, ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കും, പല പ്രോജക്റ്റുകൾ നടക്കും, എക്കോണമിയിൽ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ നടക്കും, ഇൻകം ഉണ്ടാകും ആളുകൾക്ക്, അങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകും. ഇങ്ങനെയാണ് ബാങ്ക് റേറ്റിലൂടെ RBI ഇൻഫ്ലേഷനും ഡീഫ്ലേഷനൊക്കെ കൺട്രോൾ ചെയ്ത് പ്രൈസ് സ്റ്റെബിലിറ്റിയൊക്കെ ഉറപ്പുവരുത്തി അല്ലെങ്കിൽ സ്റ്റേബിളാക്കി നമ്മുടെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു എക്കണോമിക് ഗ്രോത്ത് ഉറപ്പുവരുത്തുന്നത്. നെക്സ്റ്റ് മോണിറ്ററി പോളിസി ടൂളാണ് വേരിയിങ് റിസർവ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് മോണിറ്ററി പോളിസി ടൂളുകളായിട്ട് പറയുന്നത് റിസർവ്സ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ്, നമ്മൾ മെയിനായിട്ടും പഠിച്ചത് ക്യാഷ് റിസർവ് റേഷ്യോയും അതുപോലെ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോയും. അപ്പോൾ CRR എന്താണ്, SLR എന്താണെന്ന് നമ്മൾ ഓൾറെഡി ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞു. CRR എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് RBIൻ്റെ അടുത്ത് കൊണ്ടുപോയി സൂക്ഷിക്കുന്ന ഒരു പർട്ടിക്കുലർ ഫ്രാക്ഷനും, SLR അല്ലെങ്കിൽ സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എന്ന് പറയുന്നത് കൊമേഴ്ഷ്യൽ ബാങ്ക് അവരുടെ തന്നെ വോൾട്ടിൽ സൂക്ഷിക്കുന്ന റിസർവ് മണിയുമാണ്. അപ്പോൾ ഇവരെന്ത് ചെയ്യും, ഇപ്പോൾ ഇൻഫ്ലേഷൻ ഉണ്ടാവുകയാണ് അല്ലെങ്കിൽ എക്കോണമിയിൽ എക്സസ് ആയിട്ടുള്ള മണി സപ്ലൈ ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ CRRഉം SLRഉം കൂട്ടും. അപ്പോൾ എന്താണ്, റിസർവ് ചെയ്യേണ്ടുന്ന മണി കൂടുതലാണ്. അപ്പോൾ റിസർവ് ചെയ്യുന്ന മണി കൂടുതലാകുമ്പോഴത്തേക്കും കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലെൻഡ് ചെയ്യാനുള്ള മണി കുറഞ്ഞിരിക്കും. അപ്പോൾ കുറച്ച് എമൗണ്ട് മാത്രമേ ഇനി ലെൻഡ് ചെയ്യാനായിട്ട് അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനനുസരിച്ച് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയും നമ്മൾ ലോൺ എടുക്കുന്നതിന് ആ ഒരു റേറ്റ് കൂടുതൽ ആൾക്കാർ ലോൺ എടുക്കാതെ അതിനെ ഒരു എക്കോണമിയിലേക്ക് മണി സപ്ലൈ കൂടുന്നതിനെ അങ്ങനെ റെഗുലേറ്റ് ചെയ്യുകയും ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് മോണിറ്ററി പോളിസി ടൂൾസാണ് റീപ്പോ റേറ്റും റിവേഴ്സ് റീപ്പോ റേറ്റും. ഇത് നമ്മുടെ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ്. റീപ്പോ റേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബാങ്ക് റേറ്റിന് സിമിലർ ആയിട്ടുള്ള കോൺസെപ്റ്റ് തന്നെയാണ് റീപ്പോ റേറ്റ്. ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാങ്ക് റേറ്റ് ലോങ് ടേം ലോണുകൾക്കാണ് RBI ഈടാക്കുന്ന ഇൻട്രസ്റ്റ് ആണ് ബാങ്ക് റേറ്റ് എന്ന് പറയുന്നത്. പക്ഷേ റീപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലോണുകളാണ്, അതായത് ഓവർനൈറ്റ് ലിക്വിഡിറ്റി അങ്ങനെയൊക്കെ വരുന്ന ഒരു കേസിലാണ് റീപ്പോ റേറ്റ് മെയിനായിട്ടും ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ എന്താണ് റീപ്പോ റേറ്റ്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ഇപ്പോൾ ഫണ്ടിൻ്റെ ഒരു ഷോർട്ടേജ് ഉണ്ടാകുന്ന സമയത്ത് അവർ RBIൻ്റെ അടുത്ത് പോയിട്ട് ലോൺ എടുക്കും. ഇപ്പോൾ ഷോർട്ട് പീരീഡിലേക്കുള്ള ലോൺ ആയിരിക്കും, ഒരു ദിവസത്തേക്കോ അങ്ങനെ ഷോർട്ട് പീരീഡിലേക്കുള്ള ലോൺ എടുക്കുന്നതിനെയാണ് ഈ റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെ റീപ്പോ റേറ്റിലൂടെ എങ്ങനെയാണ് RBI ഇൻഫ്ലേഷനും ഡീഫ്ലേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് നമ്മുടെ എക്കോണമിയിൽ ഇൻഫ്ലേഷനാണ് അല്ലെങ്കിൽ എക്സസ് മണി സപ്ലൈ ഉണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് RBI ഈ റീപ്പോ റേറ്റ് കൂട്ടും. റീപ്പോ റേറ്റ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമ്മളിപ്പോൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു. കൊമേഴ്ഷ്യൽ ബാങ്ക് RBIൻ്റെ അടുത്ത് പോയിട്ട് ലോൺ എടുക്കുന്നു, അപ്പോൾ കൊടുക്കുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ആണ് റീപ്പോ റേറ്റ്. റീപ്പോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIൻ്റെ അടുത്ത് പോയിട്ട് ലോൺ എടുക്കുന്ന എമൗണ്ട് കുറയ്ക്കും അല്ലേ, കാരണം പലിശ കൂടുതൽ കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ RBIൻ്റെ അടുത്ത് നിന്ന് വലിയ എമൗണ്ട് ലോൺ എടുക്കില്ല, അല്ലെങ്കിൽ മാക്സിമം ലോൺ എടുക്കുന്നതിൽ നിന്ന് വിട്ടു നിൽക്കും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു സിറ്റുവേഷനിൽ റീപ്പോ റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് കൊമേഴ്ഷ്യൽ ബാങ്കുകൾ അവരുടെ ലെൻഡിങ് റേറ്റ് കൂട്ടും. ലെൻഡിങ് റേറ്റ് എന്ന് വെച്ചാൽ നമുക്ക് തരുന്ന ലോണിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും.
ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും നമുക്കറിയാം. നമ്മൾ പോയിട്ട് ലോൺ എടുക്കുന്നതിൻ്റെ ആ ഒരു ഇത് കുറയും. അപ്പോൾ ലോൺ എക്കോണമിയിലേക്ക് അങ്ങനെ മണി സപ്ലൈ കുറഞ്ഞിരിക്കും. ഇത് എക്കണോമിക് ഗ്രോത്ത് അല്ല, നെഗറ്റീവ് എക്കണോമിക് ഗ്രോത്ത് കാണിക്കുന്ന സമയത്ത് ഇതിന് നേരെ തിരിച്ച് സംഭവിക്കും. അതായത് RBI റീപ്പോ റേറ്റ് കുറയ്ക്കും. അപ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൂടുതൽ എമൗണ്ട് RBIൻ്റെ അടുത്ത് നിന്ന് ലെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകളും അവരുടെ ലെൻഡിങ് റേറ്റ് കുറയ്ക്കും. അപ്പോൾ നമ്മൾക്ക് കൂടുതൽ എമൗണ്ട് പോയിട്ട് ലോൺ എടുക്കാം. അപ്പോൾ എക്കോണമിയിലേക്ക് കൂടുതൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടക്കും. അങ്ങനെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, ഇൻകം ജനറേഷൻ, അങ്ങനെ എക്കണോമി ഗ്രോത്ത് ഉണ്ടാവും, എക്കണോമി റിവൈവ് ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണ് റീപ്പോ റേറ്റിലൂടെ നമ്മുടെ എക്കോണമിയിലെ ഇൻഫ്ലേഷനും ഡിഫ്ലേഷനൊക്കെ കൺട്രോൾ ചെയ്യുന്നത്. ആ ഒരു കോൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ അതുപോലെയൊക്കെ തന്നെ നമുക്ക് അത്യാവശ്യം മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഇനി റിവേഴ്സ് റീപ്പോ റേറ്റ് എന്താണ്? നമ്മുടെ മാർക്കറ്റിൽ എക്സസ് ലിക്വിഡിറ്റി ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ഇൻഫ്ലേഷൻ ഉണ്ടാകുന്ന സമയത്ത് മണി സപ്ലൈ കൂടുതലായിരിക്കും. ഓക്കെ, ഇങ്ങനെ ഉണ്ടാകുന്ന എക്സസ് ലിക്വിഡിറ്റീനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് RBI കൊമേഴ്ഷ്യൽ ബാങ്കുകളുടെ അടുത്ത് പോയിട്ട് ലോൺ എടുക്കും. ഇങ്ങനെ ലോൺ എടുക്കുന്ന സമയത്ത് RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൊടുക്കുന്ന ഇൻട്രസ്റ്റിനെയാണ് നമ്മൾ റിവേഴ്സ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത്. ഇനി ഈ റിവേഴ്സ് റീപ്പോ റേറ്റ് എങ്ങനെയാണ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. ഇൻഫ്ലേഷൻ ആണെങ്കിലും ഡീഫ്ലേഷൻ ആണെങ്കിലും എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നതെന്ന് നോക്കാം. ഇപ്പോൾ എക്കോണമിയിൽ ഇൻഫ്ലേഷൻ ആണെന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ മണി സപ്ലൈ കൂടുതലാണെന്ന് വിചാരിക്കാം. അപ്പോൾ എന്ത് ചെയ്യണം? എക്സസ് ആയിട്ടുള്ള ഈ ലിക്വിഡിറ്റീനെ അവിടെ നിന്ന് അബ്സോർബ് ചെയ്യണം, ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് അബ്സോർബ് ചെയ്യണം. ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് RBI റിവേഴ്സ് റീപ്പോ റേറ്റ് കൂട്ടും. റിവേഴ്സ് റീപ്പോ റേറ്റ് കൂട്ടുക എന്ന് വെച്ചാൽ എന്താണ്? RBI കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ അടുത്ത് പോയിട്ട് ലോൺ എടുക്കുമ്പം കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് കൂടുതൽ പലിശ കൊടുക്കും. ഓക്കെ, അങ്ങനെ സംഭവിക്കുമ്പം എന്താണ് അവിടെ പോസിബിളായിട്ട് നടക്കാൻ ചാൻസ്? കൊമേഴ്ഷ്യൽ ബാങ്കുകൾ നമുക്ക് കൂടുതൽ ലോൺ തരുന്നത് കുറച്ചിട്ട് RBIക്ക് കൂടുതൽ ലോൺ കൊടുക്കും. കാരണം RBIൻ്റെ കയ്യിൽ നിന്ന് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും അല്ലേ? RBIക്ക് കൊടുക്കുന്ന ലോണിന് കൂടുതൽ ഇൻട്രസ്റ്റ് കിട്ടും. അപ്പോൾ ഇൻഫ്ലേഷൻ ആയിരിക്കുന്ന സമയത്ത് RBI റിവേഴ്സ് റീപ്പോ റേറ്റ് കൂട്ടും. റിവേഴ്സ് റീപ്പോ റേറ്റ് കൂട്ടുമ്പോൾ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ കൂടുതൽ എമൗണ്ട് RBIക്ക് കൊടുക്കും. അപ്പോൾ കൂടുതൽ ഇൻട്രസ്റ്റ് റേറ്റ്, കൂടുതൽ പലിശ RBI കൊമേഴ്ഷ്യൽ ബാങ്കിന് കൊടുക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള നമുക്ക് ലോൺ തരാൻ അവൈലബിൾ ആയിട്ടുള്ള എമൗണ്ട്, ആ ഒരു ക്രെഡിറ്റ് കൊമേഴ്ഷ്യൽ ബാങ്കിൻ്റെ കയ്യിൽ അത്രയും കുറഞ്ഞിരിക്കും. ഓക്കെ, അപ്പോൾ അത്രയും എമൗണ്ട് കുറവായതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ലോണും അത്രയും കുറവായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് റിവേഴ്സ് റീപ്പോ റേറ്റിലൂടെ എന്താണ് ഇൻഫ്ലേഷനെ കൺട്രോൾ ചെയ്യുന്നത്. ഡീഫ്ലേഷൻ ആണെങ്കിൽ ഇതിന് നേരെ ഓപ്പോസിറ്റ് നടക്കും. ഡീഫ്ലേഷൻ ആണെങ്കിൽ തിരിച്ച് റിവേഴ്സ് റീപ്പോ റേറ്റ് കുറയ്ക്കും. റിവേഴ്സ് റീപ്പോ റേറ്റ് കുറയ്ക്കുമ്പോൾ RBIക്ക് കൂടുതൽ ലോൺ കൊടുക്കില്ല കൊമേഴ്ഷ്യൽ ബാങ്ക്, അവർ കൂടുതൽ എമൗണ്ട് നമ്മുടെ എക്കോണമിയിലേക്ക് കൊടുക്കും. ഓക്കെ, അങ്ങനെ ഇൻഫ്ലേഷനും ഡീഫ്ലേഷനൊക്കെ റിവേഴ്സ് റീപ്പോ റേറ്റ് കൂട്ടുകയും കുറച്ചും ഇങ്ങനെ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് റീപ്പോ റേറ്റും റിവേഴ്സ് റീപ്പോ റേറ്റും തമ്മിലുള്ള മേജർ ഡിഫറൻസുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. റീപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ലെൻഡ്സ് മണി ടു ബാങ്ക്. നമ്മൾ ഓൾറെഡി കണ്ടതാണ്. റീപ്പോ റേറ്റിലാണ് RBI കൊമേഴ്ഷ്യൽ ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്ന ആ റേറ്റ് ആണ്. ഓക്കെ, റിവേഴ്സ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് RBI ബോറോസ് മണി ഫ്രം കൊമേഴ്ഷ്യൽ ബാങ്ക്. Then second point, repo rate is always higher than the reverse repo rate. തിരിച്ച് reverse repo rate is always lower than repo rate. Then third point എന്ന് പറയുന്നത് repo rate is used to control inflation and deficiency of fund. നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞ പോയിന്റുകളാണ്, അതുകൊണ്ടാണ് പറഞ്ഞു പോകുന്നത്. റിവേഴ്സ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാനേജ് ക്യാഷ് ഫ്ലോ. ഓക്കെ, കാരണം ഇത് RBIയും കൊമേഴ്ഷ്യൽ ബാങ്കുകളും തമ്മിലുള്ള ആ ഒരു അക്കൗണ്ട് ട്രാൻസ്ഫർ, ആ അക്കൗണ്ട് വഴി അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ നടക്കുകയാണ്. സോ ഇറ്റ് ഈസ് യൂസ്ഡ് ടു മാനേജ് ക്യാഷ് ഫ്ലോ. ദെൻ റീപ്പോ റേറ്റ് ഇറ്റ് ഇൻവോൾവ്സ് സെയിൽ ഓഫ് സെക്യൂരിറ്റീസ് വിച്ച് വുഡ് ബി റീപർച്ചേസ്ഡ് ഇൻ ഫ്യൂച്ചർ. ഓക്കെ, റീപ്പോ റേറ്റിൽ സാധാരണ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഒക്കെ കൊണ്ടുപോയി RBIയിൽ കൊണ്ടുപോയി വച്ചിട്ടാണ് ലോൺ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെയൊക്കെ സെയിലാണ് അവിടെ നടക്കുന്നത്. എന്നാൽ റിവേഴ്സ് റീപ്പോ റേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് ഇൻവോൾവ്സ് ട്രാൻസ്ഫർ ഓഫ് മണി ഫ്രം വൺ അക്കൗണ്ട് ടു അനദർ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ബേസിക്സ് ആയിട്ടുള്ള മണി ആൻഡ് ബാങ്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള ബേസിക്സ് ആയിട്ടുള്ള ടേംസുകൾ. നമ്മൾ മാക്രോ എക്കണോമിക്സിൻ്റെ +2 NCERTയിലുള്ള ബേസിക് ആയിട്ടുള്ള ടേംസുകളൊക്കെ നമ്മൾ ഓൾറെഡി ഇപ്പോൾ ഓൾമോസ്റ്റ് കവർ ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പോകുന്ന സമയത്ത് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.